സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വന്നിരിക്കുന്ന ഒരു വീഡിയോ നമ്മുടെ എല്ലാവരുടെയും മലയാളത്തിന്റെ മൂത്തവനായിട്ടുള്ള വലിയേട്ടനായിട്ടുള്ള ഇതിഹാസമായിട്ടുള്ള മമ്മൂക്കയെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂമ്പൻപാറ എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് ഇടുക്കി ജില്ലയിലെ കൂമ്പൻപാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ആ മണ്ണിടിച്ചിലിൽ തൻ്റെ വീടും കുടുംബവും എല്ലാം പൂർണ്ണമായിട്ടും തകർന്നു പോവുകയും ആ ഒരു മണ്ണിനടിയിൽ പെട്ടുപോയി തൻ്റെ കാലിൻ്റെ സ്വാധീനശേഷി നഷ്ടപ്പെട്ട സന്ധ്യ എന്ന് പറയുന്ന ഒരു വീട്ടമ്മയെ നമ്മളെല്ലാവരും കണ്ടതായിരിക്കും. ആ സന്ധ്യ എന്ന് പറയുന്ന വീട്ടമ്മയ്ക്ക് സർക്കാരും അതേപോലെ തന്നെ നമ്മുടെ മമ്മൂക്കയും എല്ലാം ഒരു ധനസഹായവും അതേപോലെ തന്നെ പല രീതിയിൽ ചികിത്സാ സഹായവുമായിട്ടൊക്കെ മുന്നിലേക്ക് വരുന്നു എന്നുള്ളൊരു വാർത്തയും നമ്മൾ കണ്ടു. പിന്നീട് അതിനുശേഷം മമ്മൂക്ക രാജഗിരി ഹോസ്പിറ്റലുമായിട്ട് ചേർന്ന് നടത്തുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ചികിത്സാ സഹായം ഈ പറയുന്ന ഒരു അമ്മയ്ക്ക് നൽകുകയും ആ അമ്മയ്ക്ക് കാല് നഷ്ടമായി, ഗൃഹനാഥൻ അല്ലെ ഭർത്താവിനെയൊക്കെ നഷ്ടമായി, വീടും എല്ലാം നഷ്ടമായ ഒരു അവസ്ഥയൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ആ അമ്മ ആശുപത്രിയിൽ മമ്മൂക്ക ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇന്ന് ഈ രീതിയിൽ ജീവിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഈ രീതിയിൽ ഞാൻ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഓൾറെഡി പബ്ലിഷ് ചെയ്ത് നമ്മൾ കണ്ടിരുന്നു. മമ്മൂക്ക വീഡിയോ കോൾ ചെയ്ത് കാണിക്കുന്ന, അല്ലെങ്കിൽ മമ്മൂക്ക വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. ഞാൻ നിങ്ങളെ കാണിച്ചതുമാണ്. ആ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിലെ കമൻറ്റ് ബോക്സിലിടാം. അപ്പോൾ അങ്ങനെ അതിനുശേഷം മമ്മൂക്കയുടെ അടുത്ത് ഈ ഒരു അമ്മ വിഷമത്തോടു കൂടി പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. സാറേ, എൻ്റെ എല്ലാം പോയി, എൻ്റെ വീട് നഷ്ടമായി, എൻ്റെ ഭർത്താവിനെ നഷ്ടമായി, എൻ്റെ എല്ലാം പോയി, എൻ്റെ വസ്തു എല്ലാം പോയി. എനിക്ക് ഒരാഗ്രഹമുണ്ട് സാറേ, എനിക്കൊന്ന് നടക്കണം, എനിക്കൊന്ന് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കണം എന്നാണ് ആ അമ്മ പറഞ്ഞത്. അപ്പം മമ്മൂക്ക പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ആദ്യം നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി കൊണ്ടുവരാം, അതിനുശേഷം നടക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കാമെന്നാണ് മമ്മൂക്ക പറഞ്ഞത്. ആ മമ്മൂക്കയുടെ വാക്കിൽ ആ അമ്മ പൂർണ്ണമായിട്ടും വിശ്വാസം അർപ്പിച്ചു. ആ അമ്മയ്ക്ക് മമ്മൂക്ക നൽകിയൊരു വാക്ക് മമ്മൂക്ക പാലിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് ഞാൻ കണ്ടത്. ആ വാർത്ത ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. അതായത് കൂമ്പൻപാറ ഈ അപകടത്തിൽ ബുദ്ധിമുട്ടുണ്ടായ അമ്മയെ നേരിട്ട് മമ്മൂക്ക സന്ദർശിക്കുകയും മമ്മൂക്ക അവിടേക്ക് ചെന്ന് കാല് വെച്ച് നൽകാനായിട്ടുള്ള സംവിധാനങ്ങൾ കാല് വെച്ച് നൽകി ആ അമ്മയ്ക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്നൊക്കെയുള്ളൊരു സന്തോഷ പ്രകടനം അത് അമ്മ അവിടെ കാണിക്കുന്നുണ്ട്. സ്നേഹപ്രകടനമൊക്കെ ആ അമ്മയ്ക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുമെന്നുള്ളൊരു സന്തോഷ വാർത്തയാണ് ഇന്ന് മാധ്യമങ്ങളിലൊക്കെ പങ്കുവച്ചിരിക്കുന്നത്. ആ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. കുഴപ്പമില്ല, പയ്യെ നടക്കാറാവണം. നടന്ന് ശീലിക്കണമല്ലേ? അതെ അതെ, നടന്ന് ശീലിക്കണം. പയ്യെ മതി, പയ്യെ മതി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മമ്മൂക്കനെ കാണുന്നത്. ഹോസ്പിറ്റലിൽ ഇങ്ങനെ റിവ്യൂവിന് വന്നപ്പോഴാണ് മമ്മൂക്ക ഇവിടെ അടുത്ത് ഷൂട്ടിങ്ങിനുണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ അവിടെ വന്ന് മമ്മൂക്കനെ കണ്ടു. വീടിന്റെ കാര്യവും സ്ഥലത്തിന്റെ കാര്യവും എല്ലാം ഇതാക്കിയിട്ടുണ്ടെന്നാണ് മമ്മൂക്ക പറഞ്ഞത്. പയ്യെ നടക്കാം, 2-3 സ്റ്റെപ്പൊക്കെ വെക്കാം, കയ്യെ പിടിച്ചാൽ നടക്കാൻ പറ്റുള്ളൂ എന്നുള്ളൂ. ഇത് ട്രീറ്റ്മെന്റിൽ ഹെൽപ്പ് ചെയ്തത് നമുക്ക് കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷനാണ്. മമ്മൂക്കയുടെ ഹെൽപ്പും സഹായവും എല്ലാവിധവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കാല് ലിംബ് ഫിറ്റ് ചെയ്യുന്നതിനാണേലും അദ്ദേഹത്തിൻ്റെ സഹായം ഹെൽപ്പും നമുക്ക് വീണ്ടും ഉണ്ടായിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ വീടിൻ്റെ കാര്യവും സ്ഥലത്തിൻ്റെ കാര്യവും പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയാണ്. ഇതുവരെ നമ്മൾ ഹെൽപ്പ് ചെയ്ത രാജഗിരി ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സായിട്ടുള്ള ജിജി രാജ് നമ്മുടെ കണ്ടില്ലേ, മമ്മൂക്കയുടെ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും മറ്റ് കാര്യങ്ങൾ കൂടിയാണ് നമ്മളിവിടെ കാണുന്നത്. ആ അമ്മയെ കൈ പിടിച്ചുകൊണ്ട് നടത്തുന്ന മമ്മൂക്കയുടെ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കാം. കുഴപ്പമില്ല, പയ്യെ നടക്കാറാവണം. ഹോസ്പിറ്റലിൽ ഇങ്ങനെ റിവ്യൂവിന് വന്നപ്പോഴാണ് മമ്മൂക്ക ഇവിടെ അടുത്ത് ഷൂട്ടിങ്ങിനുണ്ടെന്ന് അറിഞ്ഞത്. അതെ അതെ, നടന്ന് ശീലിക്കണം. പയ്യെ മതി, പയ്യെ മതി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മമ്മൂക്കനെ കാണുന്നത്. കണ്ടില്ലേ, സഹായവും നൽകി വെറുതെ ഇങ്ങനെ വാഗ്ദാനവും പറഞ്ഞു പോകുന്നൊരു മനുഷ്യനല്ല മമ്മൂട്ടി. അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ചിലപ്പോൾ 100 കോടി ക്ലബ്ബിൽ നിങ്ങളൊക്കെ പലരും പറയുന്നത് പോലെ മമ്മൂക്ക ഉണ്ടാവില്ല. എന്നാൽ ഈ ലോകത്തുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാ ജനമനസ്സുകളിലും നിറഞ്ഞു നിൽക്കുന്നൊരു വ്യക്തിയായിട്ട് തന്നെ മമ്മൂക്ക എന്നും ഉണ്ടാവും. അതിൻ്റെ ഒരു കാഴ്ച കൂടിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. 100 കോടി ക്ലബ്ബിലോ 1000 കോടി ക്ലബ്ബിലോ ഒന്നും ഒരു കാര്യമില്ല. നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് നല്ല മനസ്സ് വേണം, നല്ലൊരു മനുഷ്യനായിരിക്കണം എന്നുള്ളതിൻ്റെ നേർക്കാഴ്ച കൂടിയാണിത്. അപ്പോൾ അങ്ങനെയുള്ളൊരു മമ്മൂക്കയാണ് പലരും പല അപരാധങ്ങളും അപഖ്യാതികളും ഒക്കെ പറഞ്ഞ് കളിയാക്കാനും ഈ രീതിയിൽ ചിത്രീകരിക്കാനും ഒക്കെ ശ്രമിച്ചിരുന്നത്. നമുക്കറിയാം, നാഷണൽ അവാർഡ് വാങ്ങിയിട്ടുള്ള മഹാന്മാരൊക്കെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഇതൊന്നും ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കത്തുമില്ല, അവർ ചെയ്യത്തുമില്ല. അതിനപ്പുറത്തേക്ക് സംഘികളുടെ ഒരു അടിമപ്പെടുത്തലുകൾക്കും ഇരയാക്കപ്പെടാത്തൊരു മനുഷ്യൻ കൂടിയാണ് മമ്മൂക്ക. അതുകൊണ്ട് തന്നെയും അയാൾക്കൊരു ലിമിറ്റേഷൻ ഇല്ല, അയാൾക്ക് ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻസ് ഇല്ല, അയാൾക്ക് എന്തും ചെയ്യാൻ പറ്റും. കാരണം അയാൾ ഉണ്ടാക്കിയെടുത്ത അയാളുടെ സ്റ്റാർഡത്തിൽ കൂടിയും അയാൾ ഉണ്ടാക്കിയെടുത്ത അയാളുടെ കഴിവിൽ കൂടിയുമുള്ള കാശ് കൊണ്ടാണ് അയാൾ പാവങ്ങളെ സഹായിക്കുന്നത്.
ഇതൊരു പരലോക ജീവിതത്തിനോ അല്ലെങ്കിൽ ഈ പറയുന്ന മരിച്ച് സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ സൗഖ്യകരമായിട്ടുള്ള ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടോ ആണ് ചെയ്യുന്നതെന്നൊന്നും മമ്മൂക്ക പറഞ്ഞിട്ടില്ല. നമുക്ക് നന്മ ചെയ്യാൻ മനസ്സുണ്ടാവണം, അത് ചെയ്യാനായിട്ട് ധനം ഉണ്ടാവണം, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കണം. ആദ്യം മനസ്സാണ് വേണ്ടത്, പിന്നെ ധനമൊക്കെ പതിയെ വരും. ആ ഒരു മനസ്സുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതുപോലെ ചെയ്യാം. എനിക്ക് മാത്രമല്ല എന്നാണ് മമ്മൂക്ക പറയുന്നത്. നമ്മളിത് ചെയ്യുമ്പോൾ അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്. അവരുടെ ഒരു മുഖത്ത് കാണുന്ന ചെറിയൊരു സന്തോഷം പോലും നമ്മുടെ ജീവിതത്തിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുമെന്നും മമ്മൂക്ക പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മമ്മൂക്ക ഈ രീതിയിൽ ഒരുപാട് സഹായങ്ങൾ അന്നും ഇന്നും എന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അങ്ങോട്ട് ചെയ്യും കേട്ടോ. ഇന്നലെ ചെയ്തിട്ട് ഇന്ന് നിർത്തും അങ്ങനെയൊന്നുമല്ല, ഇനിയും അങ്ങോട്ട് ചെയ്യും. ആ സന്ധ്യ എന്ന് പറയുന്ന അമ്മയെ അവിടെ പോയി സന്ദർശിച്ച് ആ അമ്മയുടെ കയ്യും പിടിച്ചുകൊണ്ട് തന്നെ ആ ഡോക്ടറോടൊക്കെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു മമ്മൂക്കയാണ് നമ്മളവിടെ കാണുന്നത്. അതായത് തൻ്റെ വീടും നഷ്ടപ്പെട്ട് ഏക തുണയുണ്ടായിരുന്ന ഭർത്താവിനെയും നഷ്ടപ്പെട്ട് കാലും നഷ്ടപ്പെട്ട് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന വഴിമുട്ടിയിരിക്കുന്ന ജീവിതം വഴിമുട്ടിയ അമ്മയെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അവിടെ കൊണ്ടുപോയിട്ട് എല്ലാ ചികിത്സാ ചെലവുകളും മമ്മൂക്ക ഏറ്റെടുക്കുകയും അവിടുത്തെ എല്ലാ കാര്യങ്ങളും ആ അമ്മയ്ക്ക് അന്ന് തൊട്ട് ഇന്ന് വരെയും ചെയ്തു കൊടുക്കുന്ന പല വാർത്തകളും നമ്മൾ കണ്ടു. നമ്മൾ പലപ്പോഴും പല ആളുകളുടെ വാഗ്ദാനങ്ങളെ കാണാറുള്ളൂ അല്ലേ. അതായത് ഞാൻ ഇതൊക്കെ ചെയ്തു കൊടുക്കും, ഞാൻ വീട് വെച്ച് നൽകും, ഞാൻ അവർക്ക് കാല് കൊടുക്കും, ഞാൻ അവരുടെ തുണയായിട്ട് നിൽക്കും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്നാൽ അതിന് ശേഷം എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് ആർക്കും ഒരു അറിവും ഉണ്ടാവില്ല, ചെയ്യാമെന്ന് പറഞ്ഞ ആളിനും അറിവുണ്ടാവില്ല. അപ്പം അങ്ങനത്തെ വാർത്തകൾ കണ്ടിരിക്കുന്നതിനിടയിലാണ് മമ്മൂക്കയുടെ ഈ ഒരു വാർത്ത കാണുന്നത്. ആ അമ്മയുടെ ആ ഒരു കാല് നഷ്ടപ്പെട്ടു. അന്നേ ആ അമ്മ പറഞ്ഞ അല്ലെ ആ മമ്മൂക്ക പറഞ്ഞത് കാല് നമുക്ക് വെക്കാം, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്നാണ് മമ്മൂക്ക പറഞ്ഞത്. അതിനുശേഷം അമ്മയെ ഹോസ്പിറ്റലിലാക്കുന്നു. ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അമ്മയെ വീഡിയോ കോൾ ചെയ്ത് കുശലം ചോദിക്കുന്ന മമ്മൂക്കയെ നമ്മളവിടെ കണ്ടു. ആ അമ്മയുടെ ഒരുപാട് വിഷമത്തോടു കൂടിയാണ് മമ്മൂക്കയോട് പറയുന്നത്, സാറേ എനിക്കെല്ലാം നഷ്ടമായി, എനിക്ക് നടക്കണം. അപ്പോഴും മമ്മൂക്ക പറഞ്ഞത് ആദ്യം അസുഖങ്ങളൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ട് നമുക്ക് പതിയെ നടക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാം. ആ പറഞ്ഞത് അതേപടി ചെയ്യുന്ന ഒരു മമ്മൂക്ക ഇവിടെ നമ്മളിപ്പോൾ അത് കാണുകയാണ്. ആ അമ്മയെ അവിടെ പോയി സന്ദർശിച്ചുകൊണ്ട് ആ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ ആ അമ്മയ്ക്ക് ഒരു കരുതലും സ്നേഹവും എല്ലാം പകർന്നു നൽകിയിരിക്കുകയാണ്. ഈ കരുതലും സ്നേഹവും തന്നെയാണ് മലയാള സിനിമയ്ക്കും മലയാള കരയ്ക്കും എല്ലാം എന്നും എക്കാലത്തും മമ്മൂക്ക നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്കയുടെ റേഞ്ച് ഈ പറയുന്ന അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലെ ഈ പറയുന്ന ഓസ്കാർ അക്കാദമിയും കടന്ന് അതിനപ്പുറത്തേക്ക് പോകുന്നത്. ലോക സിനിമയുടെ സ്ഥാനത്ത് മമ്മൂക്കയുടെ സ്ഥാനം, അല്ലെങ്കിൽ ലോക സിനിമയുടെ ഒരു കാര്യത്തിൽ മമ്മൂക്കയുടെ സ്ഥാനം അങ്ങ് ലോകത്തിന്റെ നെറുകയിലാണെങ്കിലും മലയാളികളുടെ മനസ്സിൽ മമ്മൂക്കയുടെ സ്ഥാനം അതേപോലെ തന്നെയാണ്. മമ്മൂക്ക എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നെല്ലാം കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ എക്കാലത്തും മമ്മൂക്കയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുടെ എണ്ണം അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ കൂട്ടത്തിൽ നമുക്ക് കേരളത്തിലും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ഇത്രയും നല്ലൊരു മനുഷ്യനെ പറ്റിയാണ് പലരും പല രീതിയിലുള്ള കാര്യങ്ങളും പറയുന്നത്. എന്നാൽ അതിനെയൊന്നും ഒരു രീതിയിലും മമ്മൂക്ക കാണുന്നില്ല, അതിനൊന്നും വറീഡാവുന്നില്ല മമ്മൂക്ക. ആ കാര്യങ്ങളിലൊന്നും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം മമ്മൂക്ക ചെയ്യുന്നുണ്ട്. ആർക്കെന്ത് വേണമെന്ന് കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു നല്ല മനുഷ്യൻ. സിനിമയിലാണെങ്കിൽ നല്ലൊരു അച്ഛനാണെങ്കിൽ നല്ലൊരു അച്ഛനാണ്, നല്ലൊരു ഭർത്താവാണെങ്കിൽ നല്ലൊരു ഭർത്താവാണ്, നല്ലൊരു എന്താ പറയുക ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള കഥാപാത്രമാണെങ്കിൽ അങ്ങനെയൊക്കെയാണ്. റിയൽ ലൈഫിൽ വരികയാണെങ്കിൽ ദൈവമാണ് മമ്മൂക്ക. ഞാൻ ഇത് വീഡിയോ ചെയ്യുമ്പോൾ പലരും പറയും ദൈവമായിട്ടൊന്നും പറയരുത്, അയാളൊരു മനുഷ്യനാണെന്ന്. ശരിയാണ്, മനുഷ്യനെന്ന് നമുക്ക് പറയാൻ സാധിക്കും മനുഷ്യൻ്റെതായിട്ടുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോഴാണ്. എന്നാൽ ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി ചെയ്യുമ്പോൾ നമ്മൾ അവരെ ദൈവം എന്ന് തന്നെയല്ലേ വിളിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മമ്മൂക്കയെ നമ്മൾ ദൈവമായിട്ട് തന്നെ കാണണം. അങ്ങനെയുള്ളൊരു മനുഷ്യൻ തന്നെയാണ് മമ്മൂക്ക. ഇതുപോലെയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ വേറെ ആർക്ക് സാധിക്കും? ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വെക്കട ഇതിന് മുകളിൽ ഒരെണ്ണത്തിനെന്ന് എനിക്ക് പറയാൻ ഇവിടെ തോന്നുന്നില്ല. കാരണം ഇതിന് മുകളിൽ ഒരാളെയും വെക്കാൻ സാധിക്കത്തില്ല, അല്ലെ ഇതിന് മുകളിൽ ഒരാളും ഉണ്ടാവില്ല. അതിന് മമ്മൂക്കയ്ക്ക് പകരം മമ്മൂക്ക മാത്രമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.